ഇന്നലെ നമ്മളൊക്കെ കേട്ട് ഭയങ്കരമായി ഷോക്കായിട്ടുള്ളൊരു ന്യൂസാണ്. മലപ്പുറം വാണിയമ്പലത്ത് തൊടികപുലത്ത് 14 വയസ്സുള്ള കുട്ടിയെ 16 വയസ്സുകാരൻ മോശമായ രീതിയിൽ ഉപയോഗിച്ച് കൊന്ന് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കെട്ടിയിട്ടിരിക്കുക. കയ്യും ഒക്കെ കെട്ടിയിട്ടൊരവസ്ഥയിൽ. മലപ്പുറക്കാരെന്നുള്ള നിലയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ്. കാരണം ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഷോക്കിംഗ് ആവും നമ്മൾ. കാരണം നമ്മൾ ഇത്രയും ലിറ്ററസി പറയുന്നു, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു ഒക്കെ പറയുമ്പോഴും ചെറിയ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ അത് ഷോക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പലരും ചാനലുകളിലായിട്ടും അല്ലെങ്കിൽ റിയാക്ഷനിലായിട്ടും ഒക്കെ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ഫോണിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഈ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. അത് പറയുന്നതിന് മുമ്പ് ഈ വിഷയം സംസാരിച്ച ഈ കുട്ടിയുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത്. പക്ഷേ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അങ്ങനെ മിസ്സിംഗ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിൽ അറിയണത്. അപ്പോൾ കുട്ടി ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു, ഞാൻ അവിടെ എത്താനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോണില്ലേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു. സാർമാര് അന്വേഷിച്ചു. ഇവിടെ തൊടുകപ്പലം വരെ ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു. പിന്നെ ഇപ്പൊ അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുട്ടീനെ ആരും കണ്ടതായിട്ട് പറയും. പിന്നെ പറഞ്ഞു ഒരു 4 പേര് ഇതിലെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, അതിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ന്യൂസ് കിട്ടിയത്. ഈ ചെക്കനായിട്ട് ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു, അതൊന്ന് വാൺ ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടി ഒരു നമ്മള് കണ്ടിട്ടൊന്നുമില്ല, അറിയണത് കുറച്ച് MDMA അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഓനെ ഒറ്റയ്ക്കല്ലത്, ആള് വേറെ സഹായികളുണ്ട്. ഈ വിഷയം ഞാനൊന്ന് ചെറുതായി പറയാം. അതായത് മിനിഞ്ഞാന്നാണ് ഈ കുട്ടി സ്കൂളിൽ പോകുന്നത്. അമ്മയുടെയും പെങ്ങടെയും കൂടിയാണ് കുട്ടി സ്കൂളിൽ പോകുന്നത്. ഈ അമ്മയ്ക്ക് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഷോപ്പിൽ ജോലി ഉള്ളത്. ഓക്കെ, അവർ അവിടെ പോയി, കുട്ടി സ്കൂളിലേക്ക് പോയി എന്നുള്ളതാണ് അമ്മയുടെ വിചാരം. കുട്ടി സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് മിസ്സാവുന്നതിൻ്റെ CCTV ഫുട്ടേജ് ഉണ്ട്. ഓക്കെ, കുട്ടി സ്കൂളിൻ്റെ മുന്നേ വരെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് കുട്ടി മിസ്സാവുന്നത്. ആ ഭാഗത്ത് ഈ പയ്യനെ കണ്ടവരുമുണ്ട്. അന്നേ ദിവസം ആ ഭാഗത്ത് ഈ പയ്യനെ കണ്ടവരുമുണ്ട്. ഈ കുട്ടി സ്കൂളിൽ മിസ്സാവുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഈ കുട്ടി സ്കൂളിൽ പോയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ അമ്മ വീട്ടിലാണ്, ബന്ധു വീട്ടിലാണെന്നുള്ള എന്തോ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതും ഇപ്പോൾ അവരുടെ വീട്ടുകാർ പറഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കാം. ഇവിടുന്ന് മിസ്സായ കുട്ടി ഈ പയ്യനും കൂടി സ്കൂള് നിന്ന സ്ഥലത്ത് നിന്ന് 14 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ 14 കിലോമീറ്റർ ആരും കാണാതെ എങ്ങനെ ട്രാവൽ ചെയ്തു? ആ റൂട്ടിലൂടെ ഓടുന്ന ട്രെയിനുകളൊന്നും ആ റൂട്ടിൽ ആ സമയം നിർത്തുന്ന ട്രെയിനുകളല്ല, സ്ലോ ഡൗൺ ചെയ്യുന്ന ട്രെയിനുകളല്ല. സോ ട്രെയിനിൽ പോകാൻ ചാൻസ് ഇല്ല. ബസ്സിലോ കാറിലോ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഹെൽപ്പ് വേണം. അല്ലെങ്കിൽ ആ പയ്യൻ്റെ വണ്ടിയാണെങ്കിൽ ബസ്സിൽ പോകാനാണെങ്കിൽ വേറെ ആൾ കാണില്ലേ? ഇത് അവരെ കണ്ടിട്ടില്ല. സ്കൂളിൻ്റെ അവിടുന്ന് മിസ്സായി അവർ 14 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയപ്പോൾ ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവർ സഞ്ചരിച്ച വഴി വേറൊരു വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ അത് CCTVയിൽ ട്രാക്ക് ചെയ്യാം. കാരണം പോകുന്ന മെയിൻ റോഡിൽ CCTV ഉള്ള സ്ഥലം അവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് കൃത്യമായിട്ട് CCTV ഇല്ലാത്ത ഇടവഴികളും റൂട്ടുകളും തിരഞ്ഞെടുത്ത് ഈ പെൺകുട്ടിയെ ഈ പയ്യൻ അവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഈ ബന്ധുവായ വ്യക്തി പറഞ്ഞൊരു കാര്യം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. 4 പേരുടെ കൂടെ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടു. ഈ വ്യക്തി ഇത് പറഞ്ഞത് അവിടുത്തെ നാട്ടുകാർ കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. പക്ഷെ ഇന്നലെ ചാനലുകളിൽ എവിടെയും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് സംശയകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. വേറെ ആരുടെയെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഈ പയ്യൻ്റെ ലഹരി ഉപയോഗം അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു മേജർ മിസ്റ്റേക്ക് ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്? പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കും, ഈ പെൺകുട്ടി ഈ പയ്യനോ റിലേഷനിലാണെന്നുള്ളത് വീട്ടുകാർ പറയുന്നു, കുടുംബക്കാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു, ഈവൻ ടീച്ചേഴ്സ് പറയുന്നു. ഓക്കെ, ഈ പയ്യൻ ആ വീട്ടിൽ കയറി
ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് 1-2 ദിവസം മുന്നേ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പയ്യനും ഈ കുട്ടിയും തമ്മിലുള്ള റിലേഷൻ്റെ ഇഷ്യൂസ് എവിടെ എത്തിയിട്ടുണ്ട്? പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പയ്യൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ടാണല്ലോ ഇത് ഇപ്പം സാധാരണ ഒരു പ്രണയത്തെ തുടർന്നുള്ള ഭീഷണികൾ അങ്ങനത്തെ ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ മുകളിൽ കണ്ണില്ലാതെ അല്ലെങ്കിൽ അവരെ എന്താ പറയുക, ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാതെ കാഷ്വലായിട്ട് ഓക്കെ അതങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ കെയർ അല്ലേ കൊടുക്കേണ്ടിയിരുന്നത്? എൻ്റെ ഒരു ഡൗട്ടാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ചെറിയ ചെക്കനാണ്, അതിനൊന്നും ചീത്ത പറഞ്ഞ് വിട്ടാൽ പോകുന്നുള്ള സാധനം പ്രശ്നം. അവിടെയാണ് വിഷയം. ഞാൻ പറയാം, ചെറിയ ചെക്കൻ, ഒരു 16 വയസ്സുള്ള ചെക്കൻ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുവോ? അതാ പറഞ്ഞേ. ഞാൻ ചോദിക്കുന്നത്, വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുവോ? ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. 16 വയസ്സും 14 വയസ്സുള്ളവരുടെ ഒരു പ്രണയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഗ്രാവിറ്റി കൂടുതൽ. ഇപ്പം ചുമ്മാ ഒരു പ്രണയ കേസ് വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തീർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ആ ടൈമിൽ കൃത്യമായൊരു കേസോ നടപടികളോ അല്ലെങ്കിൽ പോലീസിനെ എന്ത് ചെയ്യാം? പേടിപ്പിച്ചു വിടാം. പോലീസ് പേടിപ്പിച്ചു വിട്ടു, ഓക്കെ, അതിൽ പേടിച്ചില്ല എന്ന് വെച്ചോ. അപ്പോൾ ആ പേടിപ്പിക്കൽ എത്രത്തോളം കാഷ്വലാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വീട്ടുകാർക്ക് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ കുട്ടി ഇരിക്കുമ്പോൾ, ഓക്കെ, ലെറ്റ് മീ വെരി ക്ലിയർ, ഇത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ സ്വന്തം കുട്ടി 14 വയസ്സുകാരി ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ആ പാരൻസിന് വന്നിട്ട് കുറ്റം പറയില്ല. 14 വയസ്സുള്ള കുട്ടിയെ ഭയങ്കര ബ്ലണ്ടായിട്ട് ഒന്ന് കുറ്റം പറയാന്നുണ്ടെങ്കിൽ വൈ നോട്ട്? പാരൻസ് കൊടുക്കേണ്ട എക്സ്ട്രാ കെയർ അവർ കൊടുത്തില്ല എന്നുള്ളത് അവരെ ഭാഗത്ത് നിന്ന് തെറ്റല്ലേ? അതായത് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കാം? ഈ പയ്യൻ വന്നിട്ട് കച്ചറ ഉണ്ടാക്കുക, ഈ പ്രണയത്തിന്റെ പേരിൽ അവർ പോലീസ് സ്റ്റേഷനിൽ കയറുക. കുട്ടികളാണ്, അവർക്ക് ഇതൊന്നും മൈൻഡിൽ എന്തില്ല. അവർക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹരമായിരിക്കും ആ വയസ്സിൽ. നമുക്ക് ഒളിച്ചോടാം, പ്രേമിക്കാം, അങ്ങനെ ചെയ്യും. അവർക്കൊരു എക്സൈറ്റ്മെന്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലത്ത് ആ കുട്ടി അതേപോലെ അത് പറഞ്ഞിട്ടും ആ കുട്ടിയോ അവരെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അതിലൊരു എക്സ്ട്രാ, അത് ആ പ്രായത്തിന്റെ പ്രശ്നം. അപ്പൊ അത് എക്സ്ട്രാ കെയർ കൊടുത്ത ആ കുട്ടീനെ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത്, ഈ വീട്ടിൽ കയറിയുള്ള ഭീഷണിയോ ഈ പോലീസ് കേസൊക്കെ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് കുട്ടി പോവുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഒക്കെ ഒന്നും പറയാനില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരാഴ്ച ഗ്യാപ്പിലാണ്. ഒരാഴ്ച കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ സംഭവിക്കുമ്പോൾ ആ മകളെ കൃത്യമായി സ്കൂളിലേക്ക് എത്തി എന്ന്, അതായത് സ്കൂളിലും ഇപ്പം എത്ര ജോലിയുള്ള ആളോ ആയിക്കോട്ടെ, ആ കൃത്യമായ ആ കുട്ടി അവിടെ എത്തി എന്നുള്ളത് അറിയേണ്ടതോ അല്ലെങ്കിൽ അത് സ്വയം മനസ്സിലാക്കേണ്ടതോ അല്ലെങ്കിൽ അത് മേക്ക് ഷുവർ ചെയ്യേണ്ടതോ ഒരു പാരൻ്റാണ്. നമ്പർ 1. നമ്പർ 2, നമ്മളവിടുത്തെ സ്കൂളുകളിൽ ഇപ്പോഴും, ഞാൻ പല സ്കൂളുകളിലും ഉണ്ട് എന്ന് എനിക്കറിയാം ഈ സിസ്റ്റം. ഇപ്പം ഈ കുട്ടി പഠിക്കുന്ന സ്കൂളുണ്ടോ എന്നറിയില്ല, ഒരു കുട്ടി ക്ലാസ്സിൽ അറ്റൻഡൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ക്ലാസ്സിലും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ടീച്ചർമാർക്കും പാരൻസ് അടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ട്. എന്തുകൊണ്ട് കുട്ടി എത്തിയില്ല അല്ലെങ്കിൽ ഈ കുട്ടി ആബ്സെന്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ ടൈമിൽ അവരെന്ത് ചെയ്യും? അതിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഈ സ്കൂളിനകത്ത് അങ്ങനെ ഒന്ന് സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതേ സ്കൂളിലെ ഒരു അധ്യാപകൻ, ഓക്കെ, അധ്യാപകൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണേ നമ്മൾ. കുട്ടി ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല. കുട്ടി ഇന്നലെ സ്കൂളിൽ ആബ്സെന്റ് ആണ്. സ്കൂളിൽ യൂണിഫോമിലിട്ട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ ഇന്നലെ കയറാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? 1-2 പ്രാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പേരൻസ് തന്നെ സ്റ്റേഷനിലൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ്? ഈ പ്രതി എന്ന് പറയുന്ന ആളുടെ, ഞങ്ങൾ ഹൈസ്കൂളിലെ അധ്യാപകരാണ്. കുട്ടി പ്രതിയായിട്ടുള്ള കുട്ടി ഹയർ സെക്കൻഡറിലാണ്. അപ്പോൾ കുട്ടി പ്രതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കുട്ടി പലപ്പോഴും സ്കൂളിൽ നിന്ന് വരാറില്ല എന്നൊക്കെ പറയുന്നു. ഹയർ സെക്കൻഡറി കുട്ടി സ്കൂളിൽ വരാറില്ല. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളിലോട്ട് വന്നിട്ടില്ല. പെൺകുട്ടി എങ്ങനെ സ്കൂളിൽ വരുന്നതാണ്, സ്ഥിരം വരുന്ന കുട്ടികളാണ്. പക്ഷേ ഇന്നലെയും എൻ്റെ തലേദിവസം സ്കൂളിൽ വന്നിട്ടില്ല. തലേദിവസം അമ്മയുടെ വീട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ പക്ഷേ സ്കൂളിൽ വന്നിട്ടില്ല. കുട്ടി ഒരു ദളിത് കുടുംബത്തിലെ കുട്ടിയാണ്. ഈ ടീച്ചർ പറഞ്ഞ കാര്യത്തിനകത്തുനിന്ന് എന്താ മനസ്സിലായി എനിക്ക്? അതായത് സ്കൂളിൽ നിന്നാണെങ്കിൽ പോലും ഇവരെ പിടിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. അതിനെ തുടർന്നിട്ട് വീട്ടുകാർ പോലീസ് കേസിന് പോയിട്ടുണ്ട്. ഒരു എക്സ്ട്രാ കെയർ വേണ്ട ഒരു കുട്ടിക്ക് ആ എക്സ്ട്രാ കെയർ കൊടുക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി പാരൻസിനും ഉണ്ട്, ടീച്ചേഴ്സിനും ഉണ്ട്. കുട്ടികൾ ഒരു വയസ്സിൽ പ്രേമിക്കും,
ഇഷ്ടപ്പെടും, അവർക്ക് പരസ്പരം പ്രേമം ഇഷ്ടം, അത് പല പല അതൊരു ഇൻഫാക്ച്വേഷനാണ് ആ വയസ്സിൽ. അവർക്കത് അറിഞ്ഞുകൊണ്ട് പ്രേമിച്ച് അങ്ങോട്ട് സെറ്റപ്പ് ആവുന്നതല്ല, അവർക്കത് മാത്രമാണ്. ആ ടൈമില് അവർ പോകുന്ന റിലേഷൻ, ഇപ്പൊ ഈ പയ്യനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ, സ്കൂളിലോട്ട് പോവാറില്ല, ഓക്കെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം സ്കൂളേ കണ്ടിട്ടില്ല ചെക്കൻ. അങ്ങനൊരു ചെക്കനാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്ന് അറിഞ്ഞിട്ടും ഇപ്പൊ പാരന്റ്സിന് അറിയാതെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ ഇപ്പൊ ഈ പാരന്റ്സിന് അവർക്ക് വീട്ടുകാരോട് പറഞ്ഞൂടാ ഈ ഇത്രയും ദിവസം സ്കൂളിൽ വരില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ പോട്ടെ, ആ പയ്യന്റെ പാരന്റ്സിനോട് പറയുന്നു, അതൊക്കെ സ്വന്തം കുട്ടിയുടെ മുകളിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു ഒരു കാഷ്വൽ കേസായിട്ട് എടുക്കല്ലേ. ഈ കേസ് എന്തെങ്കിലും നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. പഠിക്കാനൊന്നും ഞാൻ പഠിപ്പിക്കാനൊന്നും ആളല്ല. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതാണ് കുട്ടി, ഓക്കെ. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴെങ്കിലും അവർക്കറിയാലോ ഈ പയ്യൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെ അറിയുമ്പോൾ ഈ പയ്യൻ എന്ന് പറഞ്ഞ ഈ 16-കാരൻ്റേതായിട്ടുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ ചെയ്തികളോ അല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയെ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ശരിക്കും കീപ്പ് ചെയ്യണം. അതിവിടെ ചെയ്യപ്പെട്ടിട്ടില്ല, മനസ്സിലായോ? അതിവിടെ ചെയ്തിട്ടില്ല. ഇവിടെ ജെൻസീനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയെ കുറ്റം പറയുമ്പോൾ ഇവിടെ നമ്മൾ റെസ്പോൺസിബിൾ പാരൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈസി ആയിട്ട് നെഗ്ലക്ട് ചെയ്ത് കളയുകയാണ്. അത് ചെയ്യാൻ പാടില്ല. ടീച്ചേഴ്സിന് വർത്താനം കേട്ടുമ്പോൾ ശരിക്കും പറഞ്ഞ ദേഷ്യം വരും. കാരണം അവർ ഭയങ്കര കൂളായിട്ടാണ് പറയണത്. അവർ രണ്ടുപേരും ബസ് പിടിച്ചിട്ടുണ്ട്, അവരിങ്ങനെ വരുന്നില്ല, ഇങ്ങനെ നല്ല സുഖമായിട്ടാണ് പറയുന്നത് പാരന്റ്സ്. സ്കൂളിന്റെ വേറൊരു ടീച്ചർ പറഞ്ഞ ഞാൻ കേട്ടു, വേറെ ആളോ ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരാളും പറയണ്ടേന്ന് കൂളായിട്ട് ആബ്സെന്റ് ആയിരുന്നു, വന്നിട്ടില്ല, ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നത്. അത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് തന്നെ. കാരണം ഈ കുട്ടിയുടെ വീട്ടുകാർ ഇത് അറിയുന്നത് വൈകിട്ടാണ്, ഈ കുട്ടി മിസ്സായ കാര്യം. രാവിലെ കുട്ടി 9 മണിക്ക് സ്കൂൾ കയറേണ്ട കുട്ടി 9 മണിക്ക് കയറിയില്ല. 9:10, 9:05 ആകുമ്പോഴത്തേക്കും കുട്ടി ആബ്സെന്റ് ആണെന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ അത്രയും ടൈം എന്തെയും ഈ കുട്ടി മരിക്കുന്നത് വൈകിട്ട് 6-നും 9-നും ഇടയ്ക്കാണ്. വൈകിട്ട് 6-9-നും ഇടയ്ക്ക്. അതിനിടയിൽ ഈ കുട്ടി വീട്ടിലേക്ക് ഫോൺ ചെയ്തു എന്ന് പറയുന്നു അമ്മയെ. ഇതിൽ കുട്ടിയെ വലിച്ചഴച്ച അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയതാന്നുള്ളൊരു ആസ്പെക്ട് ഞാൻ പറയുന്നില്ല. കാരണം കുട്ടി കൂടി എന്താണ് അറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതാണ്. അതാ പ്രായത്തിൻ്റെ പോയതാണ് ആ കുട്ടി. ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് സ്കൂളുകാർ കൃത്യമായി വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിൽ ആ 10 മിനിറ്റ് കുട്ടി ആബ്സെന്റ് ആണെന്ന് കണ്ട 10 മിനിറ്റിൽ അറിയിച്ചിരുന്നെങ്കിൽ മണിക്കൂറുകളുണ്ട് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ. ഈസി ആയിട്ട് തിരഞ്ഞെടുക്കായിരുന്നു. നാട്ടുകാരും പോലീസുകാരും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുട്ടികളെ കിട്ടുമായിരുന്നു. അതും ചെയ്തില്ല, മനസ്സിലായോ? അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ അവിടെ നിന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി കേട്ടോ. ഇന്നലെ വൈകിട്ട് 6:30-ക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതായത് 6:30-ക്കും 9 മണിക്കും ഇടയിലാണ്. ഏതാണ്ട് 6:30-യോടെ ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഞാൻ വീടിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഈ കുട്ടിയും ഇയാളും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പത്തിലാണ്. ഇവർ 9ാം ക്ലാസ്സിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. ഇയാൾ +1 വിദ്യാർത്ഥിയാണ്. പക്ഷേ പലപ്പോഴും ഇയാൾ സ്കൂളിൽ പലപ്പോഴും പോകാറില്ല. ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള പ്രതി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൃത്യമായി വരാൻ മറ്റു ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു. അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഏതായാലും ക്രൂരമായൊരു കൊലപാതകമാണ്, ആസൂത്രിതമായൊരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. കേട്ടില്ലേ? അതായത് ദിവസങ്ങളായിട്ട് അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഇതിൻ്റെ പിന്നിലുണ്ട്, ഓക്കെ. പിന്നെ ഇതിലെ ദുരൂഹതയുടെ എലമെൻറ്റ്, അതായത് ഇവരെങ്ങനെ അങ്ങോട്ട് ട്രാവൽ ചെയ്തു, ഈ 14 കിലോമീറ്റർ അപ്പുറത്തുള്ള റെയിൽവേ ട്രാക്ക് എങ്ങനെ അവർ ചൂസ് ചെയ്തു. ഈ കൊലപാതകം നടത്താനാണെങ്കിലും ആ സ്ഥലം വെറുതെ കാഷ്വലായിട്ട് പോണ വഴിക്ക് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ ചൂസ് ചെയ്തതാവില്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, ക്രിമിനൽ മൈൻഡോടുകൂടി. അത് ഇവൻ ഒറ്റയ്ക്കാണോ ചെയ്തത്, കൂട്ടം കൂടിയാണോ ചെയ്തത്? എഗെയിൻ ഞാൻ പറയുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് അത് ഒരാൾ ചെയ്യും. ഇപ്പം ഇവൻ കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്നത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ്. മേ ബി ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള അടിമയായ ഒരു വ്യക്തിക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാം. ആൻഡ് ഇതിനകത്ത് അവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ മാത്രം ഒരു പോസിബിലിറ്റി കൂടാൻ ചാൻസ് ഉള്ളത് ഈ കുട്ടി സ്വമേധയാ പോയതാണ്. ഈ കുട്ടി സ്വമേധയാ ഇറങ്ങി പോയതുകൊണ്ട് അവിടെ സ്ട്രഗിൾ രേശം കുറവായിരിക്കും, മനസ്സിലായോ? കുട്ടി സ്വമേധയാ ഇറങ്ങി പോകുമ്പോൾ സ്ട്രഗിൾ കുറയും. വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സ്ട്രഗിൾ കൂടുക. അപ്പോൾ അത് സ്ട്രഗിൾ കുറഞ്ഞ സമയത്ത് ഇവൻ സ്വമേധയാ ചെയ്തതായിരിക്കും. ഇവൻ ആദ്യം ഇനീഷ്യലി കൊടുത്ത മൊഴി എന്താ അറിയോ? റെയിൽവേ ക്രോസ് കടക്കുന്നതിനിടയിൽ ഇവൻ ഒരു സൈഡിലും ആ കുട്ടി വേറെ സൈഡിലും ആയപ്പോൾ ആ കുട്ടി ആരോ എന്തോ ചെയ്തു എന്നാണ് ഇപ്പം ആദ്യം കൊടുത്ത മൊഴി. ഇതിനുശേഷം ഇവൻ ഈ ക്രൂരകൃത്യം ചെയ്തതിന് ശേഷം ഇവൻ അടുത്തുള്ളൊരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചിട്ട് അവര് സംശയം തോന്നിയത് കൊണ്ട് മൊബൈൽ നമ്പർ ചോദിച്ചു ഇവൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ ആ മൊബൈൽ നമ്പർ അവർ എടുത്ത് വെക്കുകയും ലേറ്റർ ഓൺ ആ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ അവൻ വീട്ടിലെത്തി എന്ന് പറയുകയും ചെയ്തു.
അപ്പോൾ ഒരു ക്രൈം കഴിഞ്ഞതിന് ശേഷം, ഒരു ക്രൈം ചെയ്തതിന് ശേഷം അവൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്തു, ഇയാൾ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി പിന്നെ എന്ത് ചെയ്യില്ല, ആ ഭാഗത്ത് എവിടെ നിൽക്കില്ല. 2 പോസിബിലിറ്റിയാണ്. ഒന്ന്, അവൻ എന്ത് ചെയ്യും, ക്രൈം ചെയ്ത ഒരാൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ ഇനഫ് ടൈം ഉണ്ട്, അത് ചെയ്യാതെ വീട്ടിൽ പോയിരുന്നു. ഒന്നില്ലെങ്കിൽ ദേഷ്യത്തിനും വാശിക്കും ലഹരിയുടെ ഇത് തലയ്ക്ക് പിടിച്ചപ്പോൾ ചെയ്തു. ഒന്നില്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പയ്യനെ ഉപയോഗിച്ച് വേറെ കുറച്ച് പേര് കൂടിയും ചേർന്ന് ഈ കുട്ടിയെ ഉപദ്രവിച്ച് കൊന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ഈ കേസിൽ ഇങ്ങനൊരു വിഷയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഇനി മുതൽ. കാരണം ഇപ്പം ഭാവിയിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഇതേപോലെ ടോക്സിക് റിലേഷൻസ് ഉണ്ടായാൽ അതൊരു ടോക്സിക് റിലേഷൻ ആണെന്നോ അതിൽ നിന്ന് അവർക്ക് പറ്റാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മുതിർന്നവരായ നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് സദാചാര ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ ചോദ്യം ചെയ്യൽ നിങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ ഇങ്ങനെ. ഇവിടെ സദാചാര ഗുണ്ടായിസം എപ്പോഴും പറയപ്പെടുന്നത് ആർക്കെതിരെ നടക്കുമ്പോഴാണ്? മുതിർന്ന 2 വ്യക്തികൾക്കെതിരെ നടക്കുമ്പോഴാണ്. 2 കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ടൊരു കുട്ടിയും വേറൊരു കുട്ടിയും നടന്നു പോകുമ്പോൾ ആ കുട്ടികൾ ഒരു പൊന്തക്കാട്ടിൽ കയറി പോകുമ്പോൾ നാട്ടുകാർ അയ്യോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സദാചാരവാദിയാക്കുമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണോ? പ്രായപൂർത്തി വല്ല 30-40 വയസ്സുള്ള ആൾക്കാര് ഒരു കാറിൽ ഇരുന്നാലും കൂടിയാണ് സദാചാരത്തിന്റെ ആൾക്കാര്. സദാചാര തെണ്ടികളുടെ കണ്ണു പോണത് എവിടെയാ? ചോദ്യം ചെയ്യപ്പെടുന്നത് എവിടെയാ? പ്രായപൂർത്തിയായ അഡൾട്ടായ 2 വ്യക്തികൾ. അതും ഞാൻ പറയട്ടെ, ദുരൂഹമായ സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി, അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ, അല്ലെ കാഷ്വൽ ആയിട്ട് ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു സീൻ ഉണ്ടായാലും ഒരു പെൺകുട്ടി ഉണ്ടാക്കിയത് വീടിന്റെ മുന്നിൽ കാറിട്ട് പോയി, അതൊക്കെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലാതെ 2 പിഞ്ചു കുട്ടികൾ ഒരു റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തുള്ള ഒരു കാട്ടിലേക്ക് കയറി പോകുമ്പോ അയ്യോ ഞാൻ സദാചാരവാദിയാവും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേ. ആ സമയത്തൊക്കെ കോമൺ സെൻസ് പറഞ്ഞ സാധനമാണ് വേണ്ടത്. എവിടെ എന്തൊക്കെ ചോദിക്കണമെന്നുള്ള ബോധമാണ് ആദ്യം മനുഷ്യർക്ക് വേണ്ടത്. അല്ലാതെ അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിനകത്ത് ഇപ്പൊ ഇങ്ങനെ പറയണമെന്നൊന്നും ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ കുട്ടികളെ മേത്ത് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇപ്പോഴത്തെ ജനറേഷന്റെ തലയിൽ എല്ലാം അടിച്ചു വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ ഈ 16 വയസ്സുള്ള ഈ പയ്യൻ ലഹരിക്ക് അടിമയെന്ന് പറയും. ഇവൻ ആരാ ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? 12 വയസ്സുള്ള ഒരു ചെക്കനോ 10 വയസ്സുള്ള ഒരു ചെക്കനോ ലഹരിയുടെ ഫാക്ടറിയും തുടങ്ങി ലഹരി ഉണ്ടാക്കിയിട്ടല്ലല്ലോ വിൽക്കുന്നത്. ഈ 16-കാരിലേക്ക് ലഹരി എത്തുന്നുണ്ടെങ്കിൽ ഈ 90s, 80s, 70s ഇവിടെ ഈ ലഹരി കച്ചവടം നടത്തുന്നതുകൊണ്ടാണ് ഈ കുട്ടികളിലേക്ക് ലഹരി എത്തുന്നത്. കാരണം അവർക്കറിയാം ഈ ജനറേഷൻ ഭയങ്കര സോഫ്റ്റ് ടാർഗറ്റാണ്, അവർ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അവരിലേക്ക് ലഹരി എത്തിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് മുതിർന്ന ജനറേഷനാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇതേപോലൊരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് അത് കുട്ടികളുടെ തലയിൽ വെച്ചിട്ടാണ് ഓടാൻ. നോ, റെസ്പോൺസിബിലിറ്റി ഗോസ് ടു എവ്രി വൺ. അത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്താണെങ്കിലും സ്കൂളിൻ്റെ ഭാഗത്താണെങ്കിലും അത് പറയാൻ പറ്റണം. അല്ലാതെ എല്ലാം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കുട്ടികൾ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് വളരെ ഈസി ആയി പോകുന്നത് കൊണ്ടാണ് പിന്നെ ഒരു ക്രൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ റെസ്പോൺസിബിലിറ്റി മറന്നു പോവാണ്. അങ്ങനെ മറക്കാൻ പാടില്ല നമ്മളെ റെസ്പോൺസിബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സാഹചര്യം ഉണ്ടാവും. അതായത് ചെറിയ കുട്ടിയല്ലേ, അവരൊന്നും ചെയ്യില്ല എന്നുള്ള തോന്നല് പാരന്റ്സിന് ഇല്ല. അങ്ങനെ തോന്നല് വരാൻ പാടില്ല. എങ്ങനെ വരാം? ഇതൊരു ചുമ്മാ കേസായിട്ട് ഒരു പ്രേമം പിടിച്ച കേസാണ്. കാരണം ഇതാണ്, ഇതിപ്പോ നമ്മുടെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രേമിച്ചതും പിടിച്ചതും ചീത്തവരനൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രേമം പിടിച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ആ പ്രേമം പിടിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഇന്റൻസിറ്റി എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം. ഇത് പോലീസ് കേസായി, വീട്ടിൽ വന്ന് ഭീഷണിയായി, ആ കുട്ടിക്ക് കൊടുക്കേണ്ട എക്സ്ട്രാ കെയർ എവിടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കും. നിങ്ങളാരും ചോദിക്കണ്ട, എനിക്കത് ചോദിക്കണം എന്നുണ്ട്. കാരണം അതൊരു മിസ്സിങ് തന്നെയാണ്. അതിനിപ്പോ ഈ ഒരു അവസ്ഥയിൽ പാരന്റ്സിനെ കുറ്റം പറയാന്ന് 10 ആള് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. അതാ പറഞ്ഞത്, ആ കുട്ടി പാരന്റ്സ് വിചാരിച്ചോ ചെറിയ കുട്ടികളല്ല, അവരൊന്നും ചെയ്യില്ല, അവരൊരു വഴിക്കും പോകില്ല. ചെറിയ കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണോ വീട്ടിൽ കയറി പേടിപ്പിച്ച് വിട്ടിട്ടും കൂടി പോലീസ് പേടിപ്പിച്ച് വിട്ടല്ല സാധനം. പോലീസ് ലോക കോമഡിയാണ്. പോലീസിനെ ഒരു പേടിപ്പിക്കലായിരുന്നെങ്കിൽ ഇന്ന് പരിപാടിക്ക് ഇറങ്ങും. അപ്പൊ പോലീസിന്റെ പേടിപ്പിക്കലൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇതെന്താണ് മനസ്സിലായില്ലേ. എന്താണെങ്കിലും ശരി, ഈ ഒരു ഇത് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്.